ഉപയോഗിച്ചുവെന്ന് പറയുന്ന ബെൽറ്റിന് എത്രത്തോളം ഭാരം താങ്ങാൻ ശേഷിയുണ്ടെന്നും സംഘം പരിശോധിച്ചു. ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 6 അംഗ CBI സംഘമാണ് ഗിരിബാലയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഇതിനായി കയറും ബെൽറ്റും 80 കിലോ തൂക്കമുള്ള ഡമ്മിയുമാണ് അന്വേഷണ സംഘം ഉപയോഗിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗിരിബാല സിംഗിനെ CBI അറസ്റ്റ് ചെയ്തത്. ഭോപ്പാൽ സെഷൻസ് കോടതി ഇവർക്ക് അനുവദിച്ച ജാമ്യം മധ്യപ്രദേശ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. നിലവിൽ സമർത്ഥും ഗിരിബാലയും ജൂൺ 2 വരെ CBI കസ്റ്റഡിയിലാണ്. ട്വിഷയുടെ മരണത്തിന് തൊട്ടുമുൻപുള്ള അവസാന മണിക്കൂറുകൾ കേന്ദ്രീകരിച്ചാണ് CBI അന്വേഷണം പുരോഗമിക്കുന്നത്. മരണത്തിന് തൊട്ടുമുൻപ് ട്വിഷ ആരെയൊക്കെ ബന്ധപ്പെട്ടു, ഫോൺ സംഭാഷണങ്ങൾ, ഡിജിറ്റൽ ഇടപാടുകൾ എന്നിവയുടെ മിനിറ്റ് വെച്ചുള്ള കൃത്യമായ ടൈം ലൈൻ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് CBI. സംഭവ സമയത്ത് സംശയാസ്പദമായ സമയവിവരങ്ങൾ, അസ്വാഭാവികമായ നീക്കങ്ങൾ, കേസിൽ ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴികളിലെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ എന്നിവയും അന്വേഷണ ഏജൻസി സൂക്ഷ്മമായി പരിശോധിക്കും. ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്ന് സംശയിച്ച മരണം നിരവധി ദുരൂഹതകൾ ഉയർന്നതോടെ കേസ് CBI ഏറ്റെടുക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം സമയത്ത് കാണാതായ ബെൽറ്റ്, പരിക്കുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിലെ പോരായ്മകൾ, ഉയരവുമായി ബന്ധപ്പെട്ട രേഖയിലെ പൊരുത്തക്കേടുകൾ, FIR-ലെ വൈരുദ്ധ്യങ്ങൾ, CCTV സമയക്രമത്തിലെ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.